പശ്ചിമ ബംഗാളിലെ ബറൂയിപ്പൂർ രൂപതയുടെ കീഴിലുള്ള നസാത്ത് മിഷനിലെ ക്ലാരീഷ്യൻ മിഷൻ കേന്ദ്രമാണ് കടുത്ത ഭീഷണി നേരിടുന്നത്. വർഷങ്ങളായി പ്രദേശത്തെ ദരിദ്രർക്കും കുട്ടികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ, സാമൂഹിക, ആത്മീയ സേവനങ്ങൾ നൽകി വരുന്ന ഈ മിഷൻ കേന്ദ്രത്തിലേക്കാണ് ജൂലൈ 31 ഒരു സംഘം തീവ്ര ഹിന്ദുത്വവാദികൾ അതിക്രമിച്ചു കയറിയത്. മിഷൻ പരിസരത്ത് അതിക്രമിച്ചു കയറിയ സംഘം ക്ലാരീഷ്യൻ വൈദികർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭീഷണി നടത്താൻ ആരംഭിച്ചത്. നിർബന്ധിത മതപരിവർത്തനം നടത്തുകയാണെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുകയാണെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സംഘം ഉന്നയിച്ചു. തുടർന്ന് 7 ദിവസത്തിനുള്ളിൽ മിഷൻ കേന്ദ്രം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് മിഷണറിമാർക്ക് അന്ത്യശാസനം നൽകി. എന്നാൽ ഭീഷണി അവിടെ അവസാനിച്ചില്ല. ഓഗസ്റ്റ് 1 ഇതേ സംഘത്തിലെ 3 പേർ വീണ്ടും മിഷൻ കേന്ദ്രത്തിലെത്തി. നേരത്തെ ഉയർത്തിയ ആരോപണങ്ങൾ വീണ്ടും ആവർത്തിച്ച അവർ മിഷൻ പ്രവർത്തനം അവസാനിപ്പിച്ച് 7 ദിവസത്തിനകം സ്ഥലം വിട്ടില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ബറൂയിപ്പൂർ രൂപത അധ്യക്ഷനെ ക്ലാരീഷ്യൻ സഭാ നേതൃത്വം വിവരം അറിയിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയതായും പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും ക്ലാരീഷ്യൻ സഭ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനുമായി ഇടവക കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ വെല്ലുവിളികളെ നേരിടാൻ സഭാ നേതൃത്വം വിശ്വാസികളുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. അതേസമയം പശ്ചിമ ബംഗാളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും മിഷൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഭീഷണികളും അടിസ്ഥാനരഹിതമായ മതപരിവർത്തന ആരോപണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നസാത്ത് മിഷനിലുണ്ടായ സംഭവം രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമാക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.